ഖുർആൻ ഇല്ലായിട്ട് നമ്മൾ ഇങ്ങനെ പോണതേ. ഖുർആൻ കളിക്കലില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എപ്പോഴും പറയാതെ ഖുർആൻ 4 രൂപത്തിൽ ഇല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഖബർ നന്നാവില്ല. ഖുർആൻ പഠിക്കാനാണ് സഹോദര ഈ സൗകര്യം ഒക്കെ തന്നത്. വായു തന്ന്, വെള്ളം തന്ന്, ഭക്ഷണം തന്ന്, ഭാര്യയെ തന്ന്, കുട്ടികളെ തന്ന്, സ്വത്ത് തന്ന്, മുതല് തന്ന്, ശമ്പളം വാങ്ങുന്ന പണി തന്ന്, കൂലിപ്പണിയെടുക്കാനുള്ള ആരോഗ്യം തന്ന്. എന്തിനാണ്? അള്ളാനെ പേടിച്ച് അള്ളാ തന്ന് അള്ളാന്റെ കലാം അനുസരിച്ച് ജീവിക്കാനാണ്. വേറൊന്നുമല്ല. ഈ ഖുർആൻ ആണ് നിസാരല്ല. അള്ളാന്റെ കലാമാ, അള്ളാന്റെ സംസാര, അള്ളാന്റെ വാക്കാ. അത് അള്ളാഹ് കൊടുത്തേക്കണ പോലെ കണ്ടുള്ളത്. അത് അള്ളാഹു തആല കൊടുത്തയക്കണത് ജിബ്രീൽ മലക്കിനെ വിളിച്ചിട്ടാ. ജിബ്രീൽ ഇവിടെ വരി, അള്ളാഹ് വിളിക്കുക ഇങ്ങോട്ട് വരാൻ. അള്ളാഹു തആല നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ പരിശുദ്ധമായ അള്ളാന്റെ വചനങ്ങൾ ജിബ്രീലിനെ ഏൽപ്പിക്കുക. കൊണ്ടുപോയി കൊടുക്കുക മുഹമ്മദിന്. എന്നിട്ട് മുഹമ്മദിനോട് പറയണം, യത്ലു അലൈഹിം ആയാതിഹി, എന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കൊടുക്കാൻ. മുഹമ്മദിന്റെ പണി എന്താണ്? പ്രവാചകർക്ക് യത്ലു അലൈഹിം ആയാതിഹി, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കൊടുക്കുക. ഇത് നല്ല ശ്രദ്ധിച്ചോളി, ഇത് അടിവരട്ടോളി. സൂറത്ത് ജുമായിലെ ആയത്താ. വയുസക്കിഹിം, എന്നിട്ടോലെ നന്നാക്കിക്കോ. എന്നെങ്കിലും നന്നാവുള്ളൂ. അപ്പൊ മനസ്സിലായില്ലേ? ഖുർആൻ ഓതി കൊടുത്ത് അത് കേറ്റിയെങ്കിൽ തന്നെ നന്നാവുള്ളൂ. ധിക്കാരം പറയാൻ പഠിച്ചാൽ പോരാ. ഖുർആൻ ഓതി കൊടുത്തു കഴിഞ്ഞാൽ എങ്കിലും അത് കേറണം, തടിമ്പക്ക് കേറണം. നമ്മളെ കാട്ടിലും വലിയ എല്ലാ വലാലിയത്തുള്ള ആൾക്കാരും സഹാബികളും ഓൾക്ക് ഖുർആൻ മാറ്റം കൊടുത്ത്. എന്നിട്ട് അള്ളാഹ് പറയാ, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഖുർആന്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 കൊല്ലത്തെ ജീവിതം പഠിപ്പിച്ചു കൊടുക്ക്. പഠിക്കാൻ നമുക്കാവൂല. അത് സഹാബത്തിന് മാത്രമല്ല, ഇന്നുള്ള മനുഷ്യന്മാർക്ക് അള്ളാന്റെ ഖുർആൻ ഓതി കൊടുക്കണം. എന്നിട്ട് അവന്റെ തകരാറ് മാറ്റണം. ഓരാ വയുഅല്ലിമുഹുൽ കിതാബ, ഈ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. വൽ ഹിക്മത, ആ പരിശുദ്ധ ഖുർആന്റെ 23 കൊല്ലത്തെ ജീവിത ചര്യയാകുന്ന റസൂലുള്ളാഹിന്റെ മില്ലത്ത് പഠിക്കണം. രണ്ടും പഠിക്കണം. ഓല് മാത്രമേ തസ്കിയത്ത് ഉണ്ടാവുള്ളൂ, നാളത്തെ ചിന്ത ഉണ്ടാവുള്ളൂ. ഇത് ഖുർആൻ പറയണതാ. ഞാൻ പറഞ്ഞല്ലോ, ഖബർ സിയാറത്ത് കൊണ്ട് പരലോക ചിന്ത വരും. മാത്രമല്ല, ആഹ്ലാദപ്പെട്ട് ആർത്ത് അട്ടഹസിച്ച് കടക്കുന്നുണ്ട് അവിടെ ആളുകൾ എന്നുള്ള ബോധം വരും. അല്ലാഹു റസൂൽ പറഞ്ഞതാ. ഖബർ കാട്ടിയിട്ട് റസൂലുള്ള പറഞ്ഞു, സ്വഹാബത്തെ, ഈ 2 ഖബറിലുള്ള മനുഷ്യന്മാർ ഖബർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്ത് പേടിച്ചുപോയി. മറവ് ചെയ്യാൻ വേണ്ടി ഒരു മയ്യത്തിനുമായിട്ട് ഖബർസ്ഥാനിൽ നിൽക്കുമ്പോഴാണ് റസൂലുള്ള പറയുന്നത്, ഈ 2 ഖബറാളികൾ ഖബർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്താണ്. അന്നാണ് നമ്മളെ അത്തയ്യാത്ത് ചെല്ലണേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ എന്നുള്ള ദിക്ർ ചൊല്ലാൻ വേണ്ടി അല്ലാഹു റസൂൽ സ്വഹാബത്തിനോട് കൽപ്പിച്ചു. ഒരു സഹാബി പറയാം, മരിക്കോളം ഞാൻ അത് വിട്ടിട്ടില്ല. പിന്നെ ഖബർ ഭയങ്കരമാണ്. ഈ ചിന്തയ്ക്ക് അത് മാറ്റാൻ കഴിയുള്ളൂ. ഒരു കുട്ടിക്കും ഖബർക്ക് എത്തിക്കഴിഞ്ഞാൽ അനങ്ങാൻ കഴിയില്ല, നീച്ചു പോകാൻ. പിന്നെയല്ലേ വർഷീയായ ലോകം എന്ന് പറഞ്ഞാൽ 2 കോലത്തിലാണ്, സുഖത്തിലാണ്, ദുഃഖത്തിലാണ്. അവിടെ എത്തിപ്പെട്ടാൽ ഒരു കുട്ടിയും അനങ്ങാൻ കഴിയില്ല. നീച്ചു പോരാണെങ്കിൽ ഇവിടെയൊക്കെ കാണണ്ടേ ആൾക്കാരെ, ചില ആൾക്കാരൊക്കെ ഇതെല്ലാം കണ്ടിട്ടില്ലല്ലോ. അതിന്റെ ഗൗരവം തന്നെ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ആ ഗൗരവം കേൾക്കുമ്പോ അള്ളാനെ പേടിയുണ്ടാണ്ടി. എന്നിട്ട് നാളേക്ക് ഞാൻ എന്തുണ്ടാക്കി എന്നുള്ള ചിന്തയാ പറഞ്ഞു. നാളേക്ക് പഴയ അവിടുന്ന് പോയിട്ട് കാര്യമില്ല. അതാ പറഞ്ഞത്. ഇങ്ങനെ ആയത്ത് പോയിക്കോളി. അപ്പൊ നോക്കിയാല് നബി പറയാണ്, ജനങ്ങൾ കൂടുതൽ ഏറ്റവും ഖൈറുള്ളവൻ നന്മ കൽപ്പിക്കുന്നവനാണ് തിന്മ വിരോധിക്കാൻ. ഈ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കുന്നതിനെ പരിശുദ്ധ ഖുർആൻ പഠിക്കണം. അല്ലെങ്കിൽ കഴിയൂല. ചന്ദ്രികയും മാധ്യമം മലയാള മനോരമയും വായിച്ചാൽ നന്മ കൽപ്പിക്കാൻ കഴിയൂല, തിന്മ വിരോധിക്കാനും കഴിയൂല.
അതിന് ഖുർആൻ പഠിക്കണം. ഭൂമിന്റെ മുകളിൽ ആകാശത്തിന്റെ താഴെയുള്ള എല്ലാ മനുഷ്യന്മാരും, മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും ഖുർആൻ പഠിക്കണം. എന്തെങ്കിലും നന്മ അറിയൂ തിന്മ അറിയൂ. ഖുർആൻ പറയാ നീ ജയിക്കണോ, പരലോകത്ത് ജയിക്കണോ, നാളെ എന്ത് നീ ഉണ്ടാക്കിയെന്നുള്ള ചിന്തയിൽ കൂടി നീ ജയിക്കണോ എങ്കിൽ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഓരേ ജയിച്ചോളൂ. ഖുർആനാണ്. നിങ്ങളൊരു സമുദായമാവണം. ആ സമുദായത്തിന്റെ ക്വാളിറ്റി എന്താണ്, ആ സമുദായത്തിന്റെ സിഫത്ത് എന്താണ്, വിശേഷണം എന്താണ്? അത് നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, തിന്മ വിരോധിച്ചുകൊണ്ടേയിരിക്കും. നന്മ കൽപ്പിക്കുമ്പോൾ തിന്മ വിരോധിക്കും, ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാ ഓരോട് പറയും ഇജി ജയിച്ചിട്ടോ. ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അത് ജയിക്കുള്ളൂ. ആരവിടെ കുത്തിക്കണ ഞാനുങ്ങളും ഇന്ന് നേരം വെളുത്തി എത്ര നന്മ കൽപ്പിച്ചു, എത്ര തിന്മ വിരോധിച്ചു. വേണ്ട, നമ്മളെ മക്കള് പെരീന്ന് ഇറങ്ങിപ്പോയപ്പോ പറഞ്ഞോ, ആകെ അങ്കലാപ്പില കേരളപ്പോ. ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിൽ കൂടുതൽ SIന്റെ ക്ലാസ് ഉണ്ടായി. എന്താ പ്രശ്നം? ലഹരിയാണ്. എല്ലാവരുടെ കയ്യിലും ലഹരിയ. കുട്ടികളെ 10ാം ക്ലാസ് മുതൽ കുട്ടിയുടെ കയ്യിൽ ലഹരിയാണ്. എപ്പോഴാ സാധനം കൊല്ലാന്ന് അറിയില്ല. അക്കോലത്താ നിൽക്കുന്നത്. ആ ജാതി സാധന കയ്യിലുള്ള കുട്ടികളെ എല്ലാം കൊടുത്തപ്പെട്ടേ. ഇവിടെ ലഹരിക്കെതിരെ സത്യപ്രതിജ്ഞ അതിന് ഒരു കാര്യമില്ല. കോളേജ് സ്കൂളിൽ മിറ്റത്ത് ഇറങ്ങിക്കാണ്ട് ഞങ്ങളെ ചെയ്യൂല, ഞാനാ കുടിച്ചൂല എന്നുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ കയറ്റി കൊടുക്കി, അതിന് മാറ്റം ഉണ്ടാവും. ഇനി ഒരു സംഗതി കൂടി പറഞ്ഞുതരാം. ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുമ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞ ദിക്റുണ്ട്. ദിക്ർ ചൊല്ലിക്കാണ് ഈ കുട്ടികൾക്കാണ്, ആ കുട്ടികൾ കേട്ടില്ല. തലക്കെന്ന് നോക്കണത്. ഞാൻ പറയുമ്പോ നിങ്ങള് വിഷമിക്കണ്ട. എപ്പം ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുകയാണെങ്കിലും ഒരു ദിക്റുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുന്നോട്ട് പിശാച് വരുന്ന അത് നോക്കിക്കോ. വാതിലടച്ചിട്ട് കാര്യമില്ല, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാര്യമില്ല. ഓനത് നോക്കിക്കോ. ഇന്നോടും നിങ്ങളോടും ഓനെ ഒഴിവാക്കാൻ ആട്ടാൻ കഴിയില്ല. പിന്നെ എന്തോട്ടേ കഴിയുള്ളൂ? ആർക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്കേ കഴിയുള്ളൂ. അള്ളാഹ് എങ്ങനെ ചെയ്യാം? ഞാൻ പറയണം, അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ. പഠിച്ചോനെ, ശൈത്വാനെ ഞങ്ങളെടുത്തുനിന്ന് നീ ഒഴിവാക്കിക്കൊണ്ട. പിന്നെന്താണ്? എന്താ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ലക്ഷ്യം? വികാരങ്ങളുടെ സൗഖ്യത്തിന്റെ അവസ്ഥയാണ് ഭാര്യ ഭർത്തൃബന്ധം. 1. 2 മക്കളാണ്. ഞങ്ങൾക്ക് നീ ഇതിൽ കൂടെ തെരഞ്ഞീനെ പിശാചിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഈ പ്രാർത്ഥന അത് സ്വീകരിച്ച് അതിൽ കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ഒരിക്കലും തന്തനെ കല്ലെടുത്ത് കുട്ടി കൊല്ലൂല, തള്ളനെ സാലിട്ട് കൊടുക്കൂല. ആ കുട്ടിനെ 7ാം വയസ്സിൽ നിസ്കാരം ശീലിപ്പിക്കണം. ഇവിടെ എത്ര ആൾക്കാരുണ്ട് കുട്ടികളെ 7ാം വയസ്സിൽ നിസ്കാരം ശീലിപ്പിച്ചു? എത്ര ആളുണ്ട്? എന്താ നിസ്കാരത്തിന്റെ മെച്ചം? നിസ്കാരം ശരിയാ, ബാക്കിയൊക്കെ ശരിയായി. അതാ റസൂൽ പറഞ്ഞത് 7ാം വയസ്സിൽ ആ കുട്ടിനെ നിസ്കാരം ശീലിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന വാപ്പമാരെ, മോളിരിക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ കുട്ടികളുണ്ട് അവിടെ, നിങ്ങളെ മക്കളുണ്ട് അവിടെ. ഏതായി സദസ്സ്? പ്രസംഗം വലിയ ഇതൊന്നും അല്ലെങ്കിലും മലായിക്കങ്ങൾ വരുന്ന സദസ്സല്ലേ. എവിടെ മക്കള്? കുട്ടിയേക്ക് ദീനിന്റെ ചിട്ട ഖുർആനിൽ കൂടി പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടി വേറൊരു കുട്ടിയുടെ കണ്ണ് 4 കുത്തി പൊട്ടിച്ചൂല. ഖുർആനുള്ള തന്തക്ക് ജനിക്കണം, ഖുർആനുള്ള ഉമ്മാക്ക് ജനിക്കണം. ഖുർആനില്ലാത്ത ഉമ്മാക്ക് ജനിച്ചാൽ ഇമ്മാനെയല്ല, വല്യമാനെയല്ല, എളാപ്പാനും പെണ്ണുങ്ങളല്ല, സ്വന്തം കുഞ്ഞനുജന് നുറുക്കി കൊന്നിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഇല്ലാത്തത് കൊണ്ടാണ്. എന്താ ലോകം? ഇപ്പൊ നമുക്ക് കേട്ട് പരിചയമുള്ളൂ, നമ്മളെടുത്തേക്ക് വരിക. അതൊക്കെ
ഈ സാധനം കേറിയാൽ വാപ്പാൻ അറിയില്ല, ഈ സാധനം കേറിയാൽ ഇമ്മയാണോ പെങ്ങളാണോന്ന് അറിയില്ല. അത് യഥേഷ്ടപടിയാ. ഇനി നോക്കുകളെ, ഈ പോലീസ് വകുപ്പ് ഇതിന് പിന്നെ ദേവത്ത് നടത്തിന് എന്ത് കാര്യം? ഇതിനെ പിടിച്ചു കൊണ്ടിടാൻ നിയമല്ലോ. ലഹരി പിടിച്ചാൽ ഓനവിടെ സ്വക കൊണ്ടയിട്ടാല് ഓനോട് ചോദിക്ക രാവിലെ എന്താ മാണ്ടി തിന്നാന്, ഓന്റെ മെനുവാ ഉച്ചക്ക് എന്താ മാണ്ടി. 5 എണ്ണത്തിനെ കൊന്നോന് ഓൻ പറയാ പൊറാട്ടി ചിക്കൻ എനിക്ക് പറ്റുള്ളൂ, അത് കൊണ്ടേ കൊടുക്കുക. പൊറാട്ടി ചിക്കനേ പറ്റുള്ളൂ, എന്നിട്ട് അത് കൊണ്ടേ കൊടുക്കുക. മീൻകറിയേ പറ്റുള്ളൂ, അതാ അവിടുത്തെ ജയിൽ, അതാ അവിടുത്തെ പോലീസ്. എങ്കിൽ സഹോദര, അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ഓതി കൊടുക്ക്. ഈ ദിക്ർ ചെല്ല്, അതിന് മക്കൾ ഉണ്ടാകട്ടെ. ആ മക്കൾ കേടുന്നില്ല. കുറച്ച് പണിണ്ടതിന്, കുറച്ച് പണിണ്ടതിന്. അതാണ് ഖുർആൻ വായിച്ച് ഒന്ന് മുത്തുമോമിനികളായി കുത്തിക്കണമൊക്കെ. മുത്തുമോമിനികളാണ് കുത്തിക്കണത്. സ്വർഗമാണ് നമ്മളെ ലക്ഷ്യം. നന്മ ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ ഇരിക്കുന്നത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ സഹോദര സഹോദരി, എന്നും സൂറത്തെ ഫാത്തിഹ മുതൽ അടയാളം വെച്ച് ഖുർആൻ വായിക്കുന്ന സ്വഭാവമുള്ള ഇത്ര ആൾക്കാരുടെ കൂടുതൽ. അത് ഓതണം. ആരാ പറഞ്ഞത്? മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്. ഖുർആൻ ഓതുന്ന സ്വഭാവമാണ്. റമദാനിലൊന്നും ഒരു കാര്യമില്ല. ഇതുപോലെ അണ്ടേൽക്ക് കുത്തിർക്കാം, കൂലി പ്രതീക്ഷിച്ച്. ഒന്ന് വെയിലും ചൂടൊക്കെയാണ്, അതിന്റെ സമാധാനം. അങ്ങനെ കുത്തിർക്കാം, അങ്ങനെ കുത്തിർക്കാം. ഞാൻ നിങ്ങൾ തീരുമാനിച്ചോളി. പക്ഷേ പരിശുദ്ധ ഖുർആൻ പെരുന്നാളിന്റെ അന്ന് ഓതണം. കാരണം നമുക്ക് പോകണം. പോക്ക് കരഞ്ഞുകൊണ്ട് പോകരുത്. കൊണ്ടുപോകല്ലി എന്ന് പറയുന്ന മയ്യത്ത് ഞാനാകരുത്. ചിന്തിച്ചോളി. അള്ളാന്റെ അഷ്റഫുകൾക്ക് മുത്തുനബി പറയാ, മയ്യത്തുകൾ കരയും, മരണശേഷം പോലെ മയ്യത്ത് കരയും. മനുഷ്യന്മാർ അത് കേൾക്കുകയില്ല, മനുഷ്യന്മാർ അത് കേൾക്കുകയില്ല. പകരം ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, അവനെ കൊണ്ടുപോകുന്ന ഭാഗത്തുള്ള എല്ലാ ജീവജാലങ്ങളും അത് കേൾക്കും. കേൾക്കൽ മാത്രല്ല, അന്തം വിട്ടു നിൽക്കും. എന്താണ് ഈ സംഭവം? മനുഷ്യന്മാർ കേട്ടാൽ ബോധം കെട്ടുപോകും. ഞമ്മക്കാ ചിന്തല്ലോ മയ്യത്തുണ്ടോന്നു. എന്റെ വാപ്പതാ മരിച്ചു കിടക്കുന്നു, ഈ വാപ്പ കരയുന്നുണ്ടോ? എന്റെ ഉമ്മ ഇതാ മരിച്ചു കിടക്കുന്നു, എന്റെ ഇമ്മ ഇപ്പോ കരയുകയാണോ? എന്താ കാരണം? മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ചു പെടയുകയാണ്, കൊതറുകയാണ്. നടക്കമോണ കാര്യ, പറഞ്ഞു പേടിപ്പിക്കല്ല. മലക്കുൽ മൗത്തിന്റെ കയ്യിൽ കിടന്നുകൊണ്ട് കൊതറുന്ന, ബേജാറാവുന്ന, വെപ്രാളപ്പെടുന്ന, പുടുത്തം വിടാത്ത കോലത്തിൽ മലക്കുൽ മൗത്ത് പിടിക്കുന്ന ഒരു ടൈമുണ്ട്, വരാൻ പോകുന്നുണ്ട്. അത് എനിക്ക് ഇന്നാണോ എന്നറിയില്ല, നാളെയാണോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഒരു നേരം കഴിഞ്ഞാൽ മറ്റേ നേരത്തെ പ്രതീക്ഷിക്കണ്ട. ഒരാളത് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കടക്കും. മലക്കുൽ മൗത്തും ഒരു കൂട്ടം മലക്കുകളും തന്നാൽ ഈ ചിന്ത ഉണ്ടെങ്കിലേ ഞാൻ എന്ത് നേടി എന്ന് ചിന്തിക്കാൻ കഴിയും. അതിനകത്ത് പറയണത് ഞാൻ എന്ത് നേടി, ശരിയായോ ഇല്ലേ, ആ ചിന്ത വരണം എന്നുണ്ടെങ്കിൽ ഈ ചിന്ത വേണം. ആ മയ്യത്തിന് നമ്മൾ കൊണ്ടേ കുഴിച്ചിടുന്നത്, കരയുന്ന മയ്യത്തിന്. എന്താ അറിയോ? മരിക്കുന്ന സമയത്ത് മലക്ക് പറഞ്ഞു, നടക്കാൻ കണ്ട് ദയയില്ലാതെ, ഗൗരവത്തോടെ, മയമില്ലാതെ പേടിപ്പിച്ചിട്ട് പറയാൻ മലക്ക് നടക്കാൻ കണ്ടു. എന്തിന്? അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി, അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. ഇന്ന് തന്നെ നിന്ദയുടെ ശിക്ഷ നീ അനുഭവിച്ചോ.
മലക്കുൽ മൗത്ത് എന്റെ തടിമെന്ന് റൂഹിനെ പിടിച്ചിട്ട് ആ റൂഹിനെ ഒരു ശീലയിൽ കെട്ടി പൊതിഞ്ഞിട്ട് ആ ടൈമിൽ മലക്കുൽ മൗത്ത് പറയുന്നു, ഇന്ന് തന്നെ നടക്കങ്ങട്ട്, നിന്ദ്യമായ ശിക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്, അവർക്ക് വേഗം നടക്ക്. ഇത് കേട്ടിട്ടാണ് മയ്യത്ത് കരയുന്നത്. നമുക്ക് ബോധമുണ്ടോ? നമുക്ക് ചിന്ത ഉണ്ടോ? എന്താണത്? ഖബർ ശിക്ഷയോ? ഖബർ ശിക്ഷ കൂട്ടരെ അടുത്തുണ്ട്. നമ്മളെ നാളേക്ക് ഞാൻ എന്ത് നേടി? ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോ? ആ ചിന്ത വേണ്ടേ? ഇത് നോക്കുകള്, റസൂലുള്ളാഹി പറയാ, ഖുർആൻ കിട്ടിയിട്ട് കിടന്നുറങ്ങിയ മനുഷ്യന് ഖബർ ശിക്ഷ ഉറപ്പാണ്. എന്തേമ പറഞ്ഞത്? ഖുർആൻ കിട്ടിയിട്ട് ആക്കാൻ ഇഷ്ടപ്പെടാറുള്ള ആനാന വരിയിലുണ്ട്. ഇത് കിട്ടിയിട്ട് കിടന്നുറങ്ങിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് വായിക്കാതെ, പഠിക്കാതെ, പഠിപ്പിക്കാതെ, ജീവിതത്തിൽ പകർത്താതെ ജീവിച്ച മനുഷ്യന് ഖബർ ശിക്ഷ ഉറപ്പാണ്. അടുത്താണത്. മറവ് ചെയ്ത് കിട്ടിയാൽ മതി. മറവ് ചെയ്ത് കല്ല് വെച്ച് മണ്ണിട്ട് തസ്ബീഹ് നടത്തിയാൽ ഒക്കെ പെട്ടെന്ന് കഴിയും. ഒക്കെ 3 മണിക്കൂർ. പിന്നെ ആ ഖബറിൽ ആളുകൾ വരികയാണ്. അതിന്റെ മുമ്പ് സംഭവം ഉണ്ട്. ഈ സംഭവമൊക്കെ ആലോചിച്ചെങ്കിൽ ഞാൻ നാളെ എന്ത് ചെയ്തു, നേടിയോ ഇല്ലേ എന്ന ചിന്ത വരും. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാല് എപ്പോഴാ മജ്ജത്തിരിക്കുന്ന ദൈവിച്ചണ്ടി അന്തപ്പെട്ട് നിൽക്കണം. ഓപ്പോ അവിടെ എത്തിക്കണ്. മരിച്ചോ? എപ്പോഴാ എടുക്കണ്? അതല്ല, പടച്ചോനെ മോന്റെ റൂഹ് ഇപ്പൊ അവിടെ എത്തിക്കണ്. ഇതൊക്കെ ചിന്തിക്കണം. ഇത് ചിന്തിച്ചെങ്കിലേ ഞാൻ ചെയ്തത് എവിടെ എത്തി, ഞാൻ ചെയ്തിട്ടുണ്ടോ, ചെയ്തത് ശരിയായിക്കണോ എന്നറിയുള്ളൂ. എവിടെയാ എത്തിയത് ഇയാള്? ഏതാൾക്കാർ 1-ാം ആകാശത്തേക്ക് ആദ്യം കയറ്റിക്കൊണ്ടുപോകും. നല്ലോനെയും കൊണ്ടുപോകും, ചീത്തോനെയും കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഒരു തടസ്സമുണ്ട്. അവിടെ അങ്ങോട്ട് കയറണമെങ്കിൽ അതിന്റെ വാതിൽ തുറക്കണം, മലക്കുകൾ തുറക്കണം. ഈ മലക്കുകൾ തുറക്കാൻ പറയും. ഈ മലക്കുൽ മൗത്തും മലക്കിന്റെ കൂടെയുള്ള ആളുകളും തുറക്കാൻ പറയും. അവിടുന്ന് മറുപടി കിട്ടും. മിക്കവാറും ആളുകൾക്ക് മറുപടി കിട്ടും, തുറക്കൂല. ഈ മലക്കുകളും മറ്റേ മലക്കുകളും സംസാരിക്കും. എവിടുന്ന് ഈ പടക്കനെ കിട്ടി വെച്ചു? നമ്മളെ മെച്ചാപ്പതി എന്തേലും അവന്റെ തുണിക്കുപ്പായം, ഓന്തേനും അവന്റെ താടിമീശയും, അവന്റെ തലയും കൗത്തും കയ്യും കാലൊക്കെ എന്തേനി, ഏത് തേച്ച് കാണിയോ നടന്നീങ്ങൻ, എന്ത് തിന്നുകാണിയോ നടന്നീങ്ങൻ, എന്തൊക്കെയാണ് അവന്റെ ഭക്ഷണത്തിന്റെ മെനു, ആ സാധനം അവർക്കാണ് എത്തിയാൽ എവിടുന്ന് ഈ പടക്കനെ കിട്ടിയത്? കൊണ്ടേ മനസ്സിൽ പറയും ഇനി തരത്തുന്നാണ് എറിയോനെ അവിടെ. ഇതൊക്കെ ഹദീസ. എറിയോനെ ആ ഏറ് അങ്ങോട്ട് കൊണ്ടേക്കുക, ഇങ്ങോട്ട് എറിയ. എവിടെ വെക്കും? ഭൂമിന്റെ അടിയിൽ സിജിയിൽ ചെന്ന പതിക്കും. അതിന്റെ കൂടെ മലക്കുകൾ വരും, ആ റൂഹിനെ പിടിക്കും, സിജിയിൽ രേഖപ്പെടുത്തും. നരകത്തിന്റെ ഉടമക്കാണ് സിജി. നേടിയോ നേടിയിട്ടില്ല ചിന്തിച്ചോളി. ആ രേഖപ്പെടുത്തിനോ റൂഹിനെ പിടിക്കും. എവിടെയാണോ മറവ് ചെയ്തതിൽ ആ ഖബറിലേക്ക് കൊണ്ടുവച്ചു കൊടുക്കും. ഇതൊക്കെ നടക്കാൻ പോണ കാര്യമാണ്. ഞാൻ പറഞ്ഞതാ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട വിഷയമാണ്. പഠിച്ചോനെ, മോൾക്ക് കേറിയോ, അവിടുന്ന് എറിഞ്ഞോ, വാപ്പാൻ ഇങ്ങോട്ട് തന്നെ എറിഞ്ഞോ, ഇമ്മ ഇവിടെ എത്തിയോ, ഇമ്മ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുകയാണോ, എന്നിട്ട് കൊണ്ടേക്ക് കൊടുക്കുക ഖബറിൽ. ഈ ചിന്ത ഉണ്ടെങ്കിൽ എന്ത് നേടി എന്ന് ചിന്തിക്കാൻ കഴിയുള്ളൂ. അതിനു വേണ്ടി അത് പറയുന്നത്. നമുക്കിപ്പോ ഇന്ന് മരിക്കുകയാണെങ്കിൽ ആ സംഭവം ഇല്ലേ, ഞാൻ പറയാം, ഇപ്പൊ മരിക്കുകയാണെങ്കിൽ 5 മണിന്റെ മുമ്പ് മറവിക്കും. കാരണം നോമ്പാണ്. നോമ്പ് തുറക്കുന്ന ആൾക്കാർക്ക് ഏത് തിരിച്ചപ്പെട്ട ആളായിരിക്കുമല്ല, മറവ് ചെയ്യുമ്പോൾ ആ തസ്ബീത്തിന്റെ ഇട മാത്രം ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ നടക്കാൻ. ആ സമയത്ത്
ഈ മയ്യത്ത് ഖബറിൽ ഒരാളെ കാണും. ഓൻ ഭീകര രൂപിയായി, കാണാൻ ചുരുക്കുണ്ടാവില്ല, ജഡുണ്ടാവും, ഓനെ കണ്ടാ പേടിയോ. അപ്പോഴേക്കും പോയ ഞാൻ, ഖബറിൽ കിടക്കുന്ന ഞാൻ ഖബറിൽ കടന്ന് ചുരുങ്ങാൻ തുടങ്ങും പേടിച്ചിട്ടേ. എന്നിട്ട് ഞാൻ ചോദിക്കും ഓനോട്, ഇത് ആരാണ്? പരിചയമില്ലാത്ത തലാണ്, പരിചയമില്ലാത്ത ആളാണ്, ഇത് ആരാണ്, എന്താണ്? ഓൻ പരിഹസിക്കും, ജിന്ന അറിയില്ലല്ലേ. എന്നിട്ട് ഓൻ പറഞ്ഞില്ല, ഇജ് ദുന്യാവിൽ ചെയ്ത തമ്മാടിത്തങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാനോട് ധിക്കരിച്ച എല്ലാ ധിക്കാരം മനുഷ്യരൂപത്തിലാക്കി അന്യത് കാണിപ്പിച്ചു തരാൻ അള്ള വിട്ടതാണ് എന്നെ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചില്ലറിയാണ് ഈ ബോധന്റെ ഖബറിനെ കുറിച്ച് ചിന്തിച്ചെങ്കിലേ നാളേക്ക് ഞാൻ എന്തുണ്ടാക്കി. സഹാബത്ത് കരിയ ഖബറുണ്ട്, സഹാബത്ത് കരിയ. ഖബർ ചിന്തിച്ചാൽ, മരണം ചിന്തിച്ചാൽ, വിചാരണ ചിന്തിച്ചാൽ, പരലോകം ചിന്തിച്ചാൽ, നരകം കേട്ടാൽ തഫീദു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, തഫീദു മിനദ്ദംഇ. അല്ലാഹുവിന്റെ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ തഫീദു മിനദ്ദംഇ, കണ്ണീര് അങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം എന്നറിയുമോ? മിമ്മാ അറഫൂ മിനൽ ഹഖ്, സത്യം മനസ്സിലാക്കിയിട്ട്. നമുക്ക് തോന്നിയ മനസ്സിലാക്കുന്നത് കുഴപ്പമില്ല, നമ്മൾ മുസ്ലിങ്ങളല്ലേ, മുസ്ലിങ്ങളാണ്. പക്ഷെ റസൂലുള്ള പഠിപ്പിച്ച മുസ്ലിങ്ങൾ നമ്മളാണെങ്കിൽ ഈ ഖുർആൻ തടിമല് വേണം, അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. അള്ള സ്നേഹമുള്ളവനാണ്, ഗഫൂറാണ്, അതൊക്കെ ശരിയാ. പക്ഷെ അതിന് അള്ളാഹ്ക്കൊരു അതിര് വെച്ചിക്കണം. അല്ല അതിര് വരെ അള്ള കാക്കും, പുറത്തു കൊടുക്കും. അതിരുടെ എത്തിയിട്ട് ശരിയാണില്ലെങ്കിൽ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, കഠിനമായി അള്ള ശിക്ഷിക്കും. മരം ഒന്നല്ല വീഴുക, ദാഗത്തൊന്ന് വെക്കും, സമ്പാദ്യം മുഴുവൻ പോയിട്ടൊന്ന് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് എന്റെ പണി, ഒന്ന് കാണിച്ചു കൊടുക്കും. മാറുന്നില്ലേ, അതിന്റെ ബാക്കിൽ അതിനേക്കാൾ വലിയ മുസീബത്ത് ഉണ്ടാവും. കരുതണം. ഇത് അല്ലാഹ് ഖുർആനിൽ പറയണേ, വനീബു ഇലാ റബ്ബികും വസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. ഖുർആനിലെ ആയത്താ. എന്താ പറഞ്ഞത്? മടങ്ങി വന്നോ, എന്നോടും നിങ്ങളോടും അല്ല പറയുന്നു, മടങ്ങിക്കോ. എവിടുക്ക്? ഇലാ റബ്ബിക്കും, അന്റെ നാഥന്റെ അടുത്തേക്ക്. വസ്ലിമു, കീഴൊതുങ്ങിക്കോ, മുസ്ലിമായിക്കോ. ലഹു മിൻ ഖബ്ലി അൻ യതിയകുമുൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ വരണീന് മുമ്പ്. അല്ലാഹുവിന്റെ ശിക്ഷ പല കോലത്തിലും വരും. മരണമാവും ചിലപ്പോ നമ്മളിപ്പോ അനുഭവിച്ച ഈ കോലത്തിലെ നാശനഷ്ടങ്ങളാവും. അല്ലാഹുവിന്റെ ശിക്ഷയാണത്. അല്ലാഹുവിന്റെ ശിക്ഷ, രക്ഷ, പരീക്ഷണം, ഈ 3 രൂപത്തിൽ ഇതൊക്കെ സംഭവിക്കും. പിന്നെ അല്ലാഹു തആല ചിലപ്പോ കടത്തും, കൊല്ലങ്ങളോളം കടത്തും, കണ്ണുകൾ നോക്കി ഇങ്ങനെ കരി, കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ വരും. അതാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ശിക്ഷ ഏത് കോലത്തിൽ വരും അറിയില്ല. അതിന്റെ മുമ്പ് കിടക്കുമ്പോ ബാങ്ക് കേട്ടാൽ തോന്നും പള്ളികൾക്ക് പോവാൻ, ഇനി പക്ഷേ പോകാൻ പറ്റൂല. അപ്പോൾ തോന്നും. ഇത് ഖുർആൻ വേറെ കോലത്ത് പറയുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് ചില ആളുകൾ അല്ലാഹുവിനോട് പറയും, റബ്ബുൽ ആലമീനായ നാഥാ, നീ എന്നെ മരിപ്പിക്കല്ലേ, കൊണ്ടുപോകല്ലേ. എന്താണ് എന്റെ പ്രശ്നം എന്ന് നിനക്കറിയുമോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ഒരുപാട് സൽക്രമങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് സൽക്രമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ നീ എന്നെ ഒന്ന് വിട്ടുതരുമോ? അല്ലാഹുവിന്റെ മറുപടി വന്നു, കല്ലാ ഇന്നഹാ കലിമത്തുൻ വഖൈലുഹാ
അതൊക്കെ ഒരു വർത്താനമാണ്. ഓനത് അങ്ങനെ പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടി ഓനോട് പറഞ്ഞു കൊടുക്കണം. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമത്ത് നാൾ വരെ ഒരു ഖബറുണ്ട് എന്ന് ഓനോട് പറഞ്ഞു കൊടുത്തളി. കുടൂലന്നെ അല്ലാഹ് അവധി തരിക. മിൻ ഖബ്ലിയായി യതിയ മിൻ ലഹു മിൻ ഖബ്ലു അൻ യതിയകുമുൽ അദാബ്. അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നുണ്ട് ബാക്കിൽ. കളി 12 കളിച്ചാൽ നിൽക്കേണ്ട സ്വരല്ല നമുക്ക്. ആരോട്? അള്ളാഹിനോട്. അള്ളാഹിനോട് കളിക്കാൻ നിൽക്കണ്ട, ധിക്കാരം വേണ്ട. ആ റസൂലുള്ളാഹിന്റെ അടുക്ക ധിക്കരിച്ചോലെ അള്ളാഹ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്തതുണ്ട്. അള്ളാഹ് റസൂൽ താഴ്മയോട് കൂടി പറഞ്ഞിട്ട് കേട്ടില്ല, ചെയ്തു. അള്ളാഹു തആല ഒരു അവധി ഉണ്ടാവും. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹ് റഹീമാണ്, റഹ്മാനാണ്, വദൂദാണ്, ഒക്കെ ശരിയാ. പക്ഷെ എല്ലാത്തിനും അള്ളാഹിന്റെ അടുക്കൽ എന്തുണ്ട്? ഒരു അതിരുണ്ട്. ഖുർആനില്ലാതെ ഖബർ നന്നാവും ആദ്യം വിചാരമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി. ഞാൻ എന്റെ ക്ലാസ് വേണ്ടി ഇവിടെ കുതിർക്കും. ഞാൻ ചോദിച്ചോളി. എനിക്ക് അറിയണത് ഞാൻ പറഞ്ഞു, അറിയാത്തത് ഞാൻ ചോദിച്ചിട്ടെങ്കിലും പറഞ്ഞു. ഖുർആനില്ലാ പോയിട്ട് കാര്യമില്ല. കാരണം റസൂൽ പറയാ ഖബറിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഖുർആനെ കുറിച്ചാ. വമാ ഇമാമുക, അന്റെ ഇമാമാരാ? ഇമാമാരാ? ഖുർആനാ. ഇന്റെ ഇമാമ് ഖുർആനാണെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയും. ഖബർ എന്ന് പറയുകയാണെങ്കിൽ വായിക്കണം, പഠിക്കണം, പഠിപ്പിക്കണം, ജീവിതത്തിൽ പകർത്തണം. ആരെയാ പഠിപ്പിക്കേണ്ടേ? ഞാൻ എന്നെ തന്നെ, പിന്നെ എന്റെ കുട്ടികളെ, എന്റെ ഭാര്യനെ, എന്റെ അമ്മാനെ, എന്റെ വാപ്പാനെ, എന്റെ ഏട്ടൻ, എന്റെ അനുജൻ. അത് പഠിപ്പിച്ച ഇതാണ് നമ്മളെ പണി. അതിന് ധിക്കാരം കാട്ടി നടന്നിട്ട് കാര്യമില്ല. ഇന്ത്യങ്ങളിൽ പണി എന്താണ്? ഖുർആൻ പഠിക്കലാണ്, പഠിപ്പിക്കലാണ്. മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കോലത്തിൽ ദൂരവ്യാപകമായ ആപത്ത് തലയിൽ കെട്ടി സഹിച്ച് നടക്കുന്നത്. കാര്യങ്ങള് ഖുർആൻ ഇല്ലാത്തത് കൊണ്ടാ. കുട്ടികളെ ഇറങ്ങിപ്പോകുമ്പോ ഖുർആൻ പറഞ്ഞു കൊടുക്കണം, ഖുർആൻ പറഞ്ഞു കൊടുക്കണം, ദിക്ർ പറഞ്ഞു കൊടുക്കണം. മോനെ ഇത് ചൊല്ലിക്കാണ്ട് വലത്തെ കാല് വെച്ച് അറിഞ്ഞിട്ടോ എന്ന് പറയണം. എത്ര വാപ്പാരുണ്ട് പറഞ്ഞവിടെ? എത്ര അമ്മമാരുണ്ട്? ഇത് നിസാരല്ല. ദിക്റുകൾ കൊണ്ടാണ്, ദുആകൾ കൊണ്ടാണ്, ഖുർആനിന്റെ പഠനം കൊണ്ടാണ്, ഖുർആനിന്റെ വായന കൊണ്ടാണ്, അത് ജീവിതത്തിൽ പകർത്തുന്നത് കൊണ്ടാണ്, അത് ആളുകൾക്ക് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ്. സഹോദര സഹോദരി, നമ്മളെ നാളത്തെ രക്ഷ എങ്കിൽ അത് ചെയ്യാൻ എന്തിന് വൈമനസ്യം? ചെയ്തൂടെ? ചെയ്യാനല്ലേ അള്ളതൊക്കെ തന്നത്. എന്തെങ്കിലും ഒന്ന് ഉപകരിക്കോ ദുന്യാവത്തെ കവർക്ക്? കുട്ടികളൊക്കെ എല്ലാം നടക്കണ്ടല്ലോ. വാപ്പ മരിച്ച 6 അടി കൈ പൊന്തിച്ചാ കാണുന്ന ദൂരത്ത് വാപ്പണ്ട്. സഹായിക്കാൻ കഴിയോ? സഹായിക്കാൻ കഴിയോ? കഴിയൂലല്ലോ. കിടക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര ആൾക്കാർ പെട്ടെന്ന് മരിച്ചിട്ടുണ്ട്? ഇവിടെ എത്ര ആൾക്കാർ പെട്ടെന്ന് മരിച്ചിട്ടുണ്ട്? ഞാൻ നാളെ മെസ്സേജ് പറഞ്ഞല്ലേ, ഞാൻ എപ്പോ ഇടപെട വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, സലാം പറയാറുണ്ട്, മടക്കാറുണ്ട്. ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കാറുണ്ട് എന്നോട്. ആ ചായ കുടിക്കാൻ ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. കുടിക്കാൻ അഭിന്യാക്ക അങ്ങനെ പോയി. ഒരു ദിവസം കേൾക്കുന്നു ആ സാധു പെട്ടെന്ന് മരിച്ചിരിക്കുന്നു. 2 ദിവസം കളഞ്ഞിട്ടല്ല, മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ അല്ലാഹു തആല. എത്ര അങ്ങനെ? 5 ഒരു ദിവസം ഞാനും അങ്ങനെയാവില്ലേ? നിങ്ങളൊക്കെ പറയും ചെയ്യും, ആ ചങ്ങായി എപ്പോഴും അതെന്നെ പറഞ്ഞില്ലേ, ഓനും പോയില്ലോ. എന്താ നമ്മള് കാട്ടുപേര്? ഒന്നും കാട്ടാല്ല. തടിമൽ ഖുർആൻ വേണം, പേടിച്ചണ്ട. തടിമൽ 4 കൊല്ലത്ത് ഖുർആൻ വേണം. ഇമാമുക്ക ചോദിക്കുമ്പോ അന്തം പെട്ട് ആറാന്യപ്പെട്ട് മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു മനുഷ്യൻ ഖബറിലുണ്ട്. മനുഷ്യന് ഖബർ ശിക്ഷ ഉറപ്പായി. ഉറപ്പായി എന്ന് പറഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് ശേഷം മറുപടി ഇല്ല എന്ന് കണ്ടാൽ ഖബർ ശിക്ഷ തുടങ്ങുകയായി. ഖബർ ശിക്ഷന്റെ ഡേറ്റ് ഖിയാമത്ത് നാൾ വരെയാണ്. ഖിയാമത്ത് നാൾ വരെയാണ് ഖബർ ശിക്ഷ. ഞാൻ അതാ നേരത്തെ പറഞ്ഞു,
പേരുകൾ കൊണ്ടുള്ള സംഭവം അതാ. ആ അമ്പലങ്ങട് കേക്കായിട്ട അതിന് സമാധാനത്തിനാ അവിടെ നിന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞു. എന്തിനറിയോ? അവിടെ നിന്നിട്ട് സമാധാനം പ്രാർത്ഥിക്കാൻ. ഒന്നുകൂടി അല്ലാഹ് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം വേണോ, ശാന്തി വേണോ, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കണോ, നാളേക്കുള്ള പണി ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വത്തബഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളെ നാഥന്റെ അടുക്കൽ നിന്ന് ഏറ്റവും നല്ലതായ ഏറ്റവും ചൊവ്വായ ഒരു സംഗതി നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ഖുർആൻ. ആ ഖുർആനിനെ വത്തബഉ, നിങ്ങൾ പിൻപറ്റണം കേട്ടോ. നമ്മളോടുള്ള ആഹ്വാനാണ്. എന്താ നീലിയും ചക്കിയും ഗോപാലനും മഹമ്മദും നബീസിയും ഫാത്തിമയും നമ്മുടെ വ്യത്യാസം? ഖുർആൻ കൊണ്ടാ വ്യത്യാസം. നീലിനോട് ഓതിക്കണം, അടുത്ത ആയത്ത് ഓതുകാരണം കിട്ടുമോ? എന്നോട് നിങ്ങളോട് ചോദിക്കാൻ കിട്ടണ്ടേ? ഞങ്ങൾ അത് പഠിച്ചാണല്ലോ ഇവിടെ ഈ കുതിർക്കിടത്. അതിനല്ല മുസ്ലിമായത്, അതിനല്ല 17 വട്ടം ഫാത്തിഹ സൂറത്ത് ഓതുന്നത്, അതിന്റെ ഒപ്പമുള്ള സൂറത്ത് ഓതുന്നത്, അതിന്റെ ഒപ്പമുള്ള ദിക്റുകളുണ്ട്. നോക്കുകള് എന്തെല്ലാം ദിക്റുകൾ. നിസ്കരിച്ച് കണ്ട മണ്ടാ പറഞ്ഞ നിസ്കാരം വന്ന സ്വീകരിക്കാൻ വേണ്ടി ദിക്റുകളില്ലേ, ദുആകളില്ലേ? ഇത് തമ്മിൽ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലാഹ് പറയാ വത്തബഉ, പിൻപറ്റിക്കോളീം, അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളെ നാഥന്റെ അടുക്കൽ ഇറക്കിയിട്ടുള്ള പരിശുദ്ധമായ ഖുർആൻ, മിൻ ഖബലി, മുമ്പ്, അയ്യതിയകുൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതിന് മുമ്പ്, ബഗ്തതൻ, പെട്ടെന്ന്. അതിന്റെ മുകളിലത്തെ ആയത്തിൽ എന്താണ്? അല്ലാഹുവിന്റെ ശിക്ഷ വരും കരുതിക്കോളി. രണ്ടാമത്തെ ആയത്തിൽ എന്താണ്? ബഗ്തതൻ, പെട്ടെന്ന് പിടിക്കും. കളി കൂടിയാൽ പെട്ടെന്ന് പിടിക്കും. സഹിക്കാൻ കഴിയൂല. വാഴ്ത്തുല്ലാത്ത ഷൂൻ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയൂല. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാഗം കുഴഞ്ഞു കിടക്കട്ടെ, അള്ളാഹു അങ്ങനത്തെ അസുഖമുള്ളവരൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതൊന്നുമില്ലേ, അതിന് വലിപ്പത്തനുസരിച്ചല്ല വരിക. ആ 10 വലിയ ഇന്നോനാ ഇത്തിരി പൈസ ഒക്കെ ഉണ്ട്, അതല്ല അതിന് മാനദണ്ഡം. അള്ളാഹ് ബഹുത്തൻ പെട്ടെന്ന് പിടിക്കണം തീരുമാനം ഉണ്ടെങ്കിൽ ആ സമയത്ത് പിടിക്കുക. പിടിച്ചാൽ കിടന്നാൽ, ഒരു ഭാഗം കുഴഞ്ഞു കിടന്ന സഹോദര സഹോദരി, അതിന്റെ വലിപ്പത്തോടൊക്കെ കഴിയില്ലേ? എന്താ നമ്മൾ ചിന്തിക്കാൻ? അതിനാണല്ലോ രോഗിനെ സന്ദർശിക്കാൻ പറഞ്ഞത്. കുഴഞ്ഞോനെ പോയി നോക്ക്, കുഴഞ്ഞോനെ പോയി കാണ്, എന്നിട്ട് ഓന് ചെയ്യണ്ടേ ചെയ്തു കൊടുക്ക്. അനക്ക് വെറുതെ ആക്കണ്ട, അനക്കും കൂലി തരാ. ഒരു രോഗിയെ പോയി സന്ദർശിച്ചാൽ 70,000 മലക്കുകള് പുറത്തു കൊടുക്കുന്നു പറയും. അല്ലാഹു റസൂൽ പറഞ്ഞതുപോലെ പോയി വന്നാൽ, ഫോർമാലിറ്റിക്ക് പോയി വന്നാൽ കിട്ടൂല. നമ്മളങ്ങനെയാ. ഇപ്പൊ ഞാൻ വെച്ചാൽ നടന്നപ്പോ ആരെയും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കടന്നപ്പോ ഓൻ വന്നിനി, അപ്പൊ ഓൻ വെച്ചാൽ ഞാൻ പോട്ടെ, അതാ നമ്മളായ. അങ്ങനെയല്ല, ആരായാലും പാടില്ല. മുതലാളിയാലും പാടില്ല, തൊഴിലാളിയാലും പാടില്ല, സ്വാധുവായാലും പാടില്ല, ഫക്കീറായാലും പാടില്ല, മിസ്കീനായാലും പാടില്ല. ചെല്ലാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ ചെല്ലണം. ഇനി ഇവിടെ 10 രോഗി ഇല്ലെങ്കിൽ മഞ്ചേരി ആസ്പത്രി പോയി കാണണം. കാരണം രാവിലെ പോയി വൈകുന്നേരം വരെ 70,000 മലക്കുകൾ റസൂലുള്ള പറഞ്ഞതുപോലെ സന്ദർശിച്ച് വന്നിട്ടാണെങ്കിൽ പുറത്തു കൊടുക്കുക ഞമ്മക്ക് പാടിങ്ങനെ റെക്കമെൻഡ് ചെയ്യും. പറഞ്ഞാൽ എന്താ 40 റുപ്യ മുടക്കിയാലും ഇതിനെക്കാട്ടി വലിയ ലാഭം പറഞ്ഞു പോയിക്കൂടെ? പോണ്ട് നമ്മള് വൈകുന്നേരം പോയി കാണാൻ നേരം കൊടുക്കോളം ഈ മലക്കുകൾ പറയാം, പഠിച്ചോനെ ഇവര് പുറത്തു. അള്ളാന്റെ അടുക്കലുള്ള മലായിക്കങ്ങൾ പറഞ്ഞാൽ അള്ളാഹു തആല അത് കേൾക്കുന്നതാണ്. അതിനാ പോണതാണ്. റസൂൽ പറയാ, സ്വഹാബത്തിനൊക്കെ വിളിച്ചു വരുത്തി ചോദിക്കുക, ആരാ അന്ന് സ്വാതന്ത്ര്യ ഭക്ഷണം കൊടുത്തത്? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയെ. ആരാ മയ്യത്തിന്റെ കൂടെ? ആരാ നന്മ കൽപ്പിച്ചത്? ആരാ തിന്മ വിരോധിച്ചത്? ഒരുപാട് സൽക്കർമ്മങ്ങൾ ചോദിച്ചതൊക്കെ മറുപടി അബൂബക്കർ സിദ്ദീഖ് ഞാന്. എന്നിട്ട് നോക്കുള്ളൂ റസൂലുള്ളാഹ് പറയാ, സ്വർഗത്തിൽ എല്ലാ വാതിലും കൂടി കടക്കാൻ പറ്റിയ മനുഷ്യനുണ്ടെങ്കിൽ അത് അബൂബക്കർ ആയിരിക്കും. ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഞമ്മക്കിതൊക്കെ മാണ്ടേ? നമ്മളെ ധിക്കാരം വൽപ്പത്ര എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? അല്ലാഹ് പറയണേ,
എന്റെ വലിപ്പത്തരം മക്കാബിർ ഖബർ സന്ദർശിക്കുന്ന വരെ ഉണ്ടാവുള്ളൂ. നമുക്കിതൊന്നും കേട്ടിട്ട് ഇങ്ങോട്ട് മാറാനാണില്ല. നമുക്ക് നമ്മളെ പ്രൗഢി, ആ പ്രൗഢിയിൽ ഏറ്റവും കൂടുതൽ 4 നേരം തിന്നാനുള്ള സമ്പത്തിന്റെ കയ്യിലുണ്ട്. അത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു കിഡ്നി കേട് വന്നാൽ സഹോദര 1.5 ആടം ഡയാലിസിസ് ചെയ്യണമെങ്കിൽ എന്റെ സമ്പാദ്യം എവിടെ കൊണ്ടേക്കുക? 1.5 ആടം ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തി എടവണ്ണയിലുണ്ട്. 1.5 ആടം ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തി ഒതായിലുണ്ട്. ഒതായിൽ ഒരാളല്ല, 2 വ്യക്തികളുണ്ട്, 3 ആളുകളുണ്ട് ഒതായില്. 1 അല്ല, 2 അല്ല, 3 വ്യക്തികൾ ഒതായില് 1.5 ആടം ഡയാലിസിസ് ഉണ്ട്. എന്താ ഡയാലിസിസ്? ചോര അങ്ങോട്ട് കയറ്റുക, ഇങ്ങോട്ട് ഒരു പൈപ്പ് കൂടെ കയറ്റുക, ഇങ്ങോട്ട് ഇറക്കുക, എന്നിട്ടൊരു സ്വഭാവോ. അതിലൊരു 21 വയസ്സുകാരനുണ്ട്. അള്ളാഹുവിലേക്ക് എല്ലാവർക്കും ശിവ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതൊക്കെ വന്നാൽ എന്റെ പൗറുണ്ടാവല്ലോ, എനിക്ക് നിൽക്കാനല്ല, ഓതിയല്ല, വാഗപ്പാടും ചെയ്യും. അപ്പം പോകുന്ന അതാ പറഞ്ഞത് പെട്ടെന്നാണ് പിടിക്കുന്നു. ഞാൻ നിങ്ങളോട് പണ്ട് കുത്തുപാർത്തികളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ രോഗിനോട് ഞാൻ എത്ര വെള്ളം കുടിക്കലെന്ന് ചോദിക്കും. ഞാൻ ഇടയ്ക്കൊക്കെ പോകും. ഞാൻ പിന്നെ ആ ചോദ്യം നിർത്തിയ തരങ്ങള് ഒരു ദിവസം ചോദിച്ചപ്പോ കണ്ണെന്ന് വെള്ളം ഇങ്ങനെ വരിക. എന്തിയാതി വെള്ളം, കരച്ചിലല്ല, കണ്ണെന്ന് വെള്ളം ഇങ്ങനെ വരിക, ഇങ്ങനെ ചാടിയെന്നെ മാടില്ല. ചോദിക്കണ്ടില്ല. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് 200 മില്ലിയെ കുടിക്കാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ ആകെ കണ്ട് ഉരുകിപ്പോയി. അതെന്നെ പറയാ, അതിനും മാത്രം ഗുളിക എനിക്ക് കുടിക്കാണ്ട്. ആ ഗുളികന്റെ ഒപ്പം എല്ലാ ഗുളികയും കുടിച്ചപ്പോ 200 മില്ലി. ഞാൻ ചോദിക്കട്ടെ, ഞമ്മക്കിപ്പോ വൈകുന്നേരമായാലും എത്ര ജ്യൂസാണ് നമ്മൾ കലക്കിച്ചത്, എത്ര വെള്ളമാണ്, എത്ര ക്ലാസ് തരിക്കഞ്ചാണ്, എത്ര ചായ കുടിച്ചു നമ്മള്. ആ സഹോദരന് ഇന്ന് കുടിക്കാൻ പറ്റുമോ? നാളെ പറ്റുമോ? മറ്റന്നാൾ പറ്റുമോ? മരിക്കോളം പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതാണെന്ന് പറഞ്ഞ ഒന്ന് ചിന്തിച്ചളാ. വൽപ്പത്തരം കാട്ടണ്ട. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ വൽപ്പത്തരം കാട്ടുന്നതിന് അർത്ഥമല്ല. നിങ്ങൾ വൽപ്പത്തരം കാട്ടി നല്ല പറയട്ടെ, ചൂടാകാനൊന്നും നിൽക്കണ്ട. ഞാൻ അള്ളാന്റെ ഖുർആനും സുന്നത്തും പറയാ, അത് കേൾക്കണമെങ്കിൽ കേട്ടോളൂ, അത്രേ ഉള്ളൂ. ഞാൻ ഇന്നോടാ പറയണത്, മുസ്തഫ വൽപ്പത്തരം കാട്ടണ്ട. എന്റെ വർത്താനം ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല. അതിങ്ങനെ കട്ടണ്ടായിട്ടാണ് പറയുമ്പോൾ ചിലപ്പോൾ പറ്റും. അത് പിന്നെ നിങ്ങൾ പറയും അത് ശരിയാട്ടോ, പിന്നെ പറയും, ഉറപ്പാ ശരി. ഇപ്പൊ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ എന്നോട് പറഞ്ഞത് നിങ്ങളോടല്ല. നാളേക്ക് എന്തുണ്ടാക്കി ചിന്തിച്ച മുസ്തഫ. ഞാനൊരു പറയാൻ തരങ്ങള് ഇങ്ങളെ ഞാൻ ഉപദേശിക്കുമ്പോ ആ പണിന്റെ തടിമലില്ലെങ്കിൽ അള്ളനോട് ഒരു മുട്ട എനിക്ക് അധികം അല്ലിക്കാരം. ഇത് ഓരോട് പറഞ്ഞാൽ എന്റെ തടിമ തന്നെ ഇല്ലല്ലേ, ഒരു മുട്ട അധികം അല്ലിക്കാൻ എനിക്ക്. അതിനെ പേടിച്ചിട്ടാ ഞാനീ ഒച്ചിടുന്നത്, അല്ല വേറൊന്നുമല്ല. ആ രോഗമെങ്ങാനും വന്നാൽ സഹോദര സഹോദരി, എന്റെ കേറ്റിലെ വെള്ളം മുക്കി കുടിച്ചാൻ അള്ളാന്റെ അനുവാദമല്ല. അള്ള പറയാണ്, അള്ളാന്റെ ശിക്ഷ പല കോലത്തില് പെട്ടെന്ന് പിടിക്കും. പക്ഷേ നിങ്ങൾക്കത് അറിയില്ല, കിടക്കേണ്ടി വരും. അതിനാ രോഗിനെ പോയി കാണുന്ന. രോഗിനെ പോയി കാണുന്നില്ല. പടച്ചോനെ ഈ രോഗം ഇരിക്കാണെങ്കിലോ ചിന്തിക്കാൻ. നിങ്ങൾ നോക്കി, ആ സാവിത്രി വാർഡ് പോയി കൊടുക്കും. സാവിത്രി വാർഡ് എങ്ങനെ സാവിത്രി വാർഡ് ഉണ്ടായത്? കോടീശ്വരന്റെ പെണ്ണുങ്ങളാ സാവിത്രി. സാബുവിന്റെ പെണ്ണുങ്ങളാ. മാവൂർ റയൻസ് റയൻസിന്റെ മാനേജറാ സാബു. അന്ന് സാബു കോടീശ്വരനാ. അവിടെ ശമ്പളക്കാരനാണെങ്കിൽ ഒരു കോടീശ്വരനാ. അയാളെ ഭാര്യക്ക ക്യാൻസർ കൊണ്ടേയിട്ട അവിടെ മെഡിക്കൽ കോളേജിൽ. അന്ന് വൃത്തിയില്ലായി, ടൈൽസ് ഇല്ലായി, സൗകര്യങ്ങളില്ലായി. അവള് മരിച്ച് മറയതിനു ശേഷം അയാളുടെ പണിതറകള് ആ വാർഡ് കംപ്ലീറ്റ് വൃത്തിയാക്കി കൊടുത്ത് ടൈലിട്ട് കൊടുത്ത്. അതാണ് ഓളെ പോട്ടണ്ട അവിടെ സാവിത്രി വാർഡ്. ഞാൻ പറഞ്ഞതാണ്, ആരായിട്ട് നമ്മളടുത്തൊക്കെ മര്യാദക്ക് 1 മാസം ചികിത്സിക്കാനുള്ള പൈസ അല്ല. എനിക്കറിയാം, ഗൾഫിൽ എല്ലാ സുഖലോലുപനായി ജീവിച്ച് അവസാനം എത്ര മണിയാ ഒന്നേകാലം 2 മണി
അതിന് ചെരുപ്പോ. അപ്പൊ നോക്കിങ്ങൾ ഗൾഫിൽ സുഖമായി ജോലിയെടുത്ത് സമ്പത്ത് സഹായിച്ചുകൊണ്ടിരുന്ന വ്യക്തി കിഡ്നി കേടുന്നു. ഭാര്യ കൊടുക്കാം, ഏട്ടൻ കൊടുക്ക, അഞ്ച കൊടുക്കാം. കൊടുക്കണിന്റെ തലേന്ന് അഞ്ചന്റെ ഭാര്യ പറഞ്ഞ് എന്ത് കണ്ടിക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. സ്വന്തം ചോരക്ക് കിഡ്നി കൊടുക്കുമ്പോഴേ കെട്ടിക്കൊടുന്ന ഓള് ചോദിക്കുക എന്ത് കണ്ടിക്കാണ് ഞങ്ങൾ കിഡ്നി കൊടുക്കുന്നത്. മാറിയോ? കൊടുത്തില്ല. രണ്ടാമത് ഭാര്യനെ പരിശോധിച്ച് റെഡിയാക്കി കൊടുക്കാന്നായി. ശരിയായി, കൊടുത്ത് 15 ദിവസം കൊണ്ട് ആ സ്വാദ് മരിച്ചു. ഭാര്യന്റെ കിഡ്നി പോയി, സമ്പത്തും പോയി. ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഞാൻ പുതുമ നടത്തുന്ന പള്ളിയിൽ ആ സഹോദരനെ ബക്കറ്റ് വെച്ച് വിരിച്ചിട്ടുണ്ട്. അതാ നമ്മളെ പത്തരം, നമ്മളെ ധനാത്രിയ അതേ ചെയ്യും. എന്താ ഭക്ഷണം കഴിക്കണ്ടേ, മരുന്ന് വാങ്ങണ്ടേ, കോച്ച തമ്പുരാന്റെ കാര്യമുണ്ടോ? ബക്കറ്റ് വെച്ച് ഞാൻ അത് താത്തി പറയല്ല, ആ സഹോദരൻ സ്വർഗം കൊടുക്കുമാറാവട്ടെ. അങ്ങനത്തെ ഗതികൾ ആർക്ക് വരുന്ന കണ്ട് ഇരിക്കണ്ട് പേടി. അപ്പൊ അതാ പറഞ്ഞത്, നമ്മളെ എത്ര വലിയ അതിനാണ് പഠിച്ചോ പറഞ്ഞത്, അതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണട്ടോ, എന്നാലും അതിന്റെ മറുപടി ഉണ്ടാവും. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട കോലത്തിൽ ശതമാനം വെച്ച് കണക്ക് കൂട്ടി കൊടുക്കേണ്ട രൂപത്തിൽ എത്തിക്കൊണ്ട് അവന്റെ തൊള്ളി കൊണ്ട് ഇട്ട് കൊടുത്തതാ. എന്നിട്ട് അള്ള പറയാം അത് എന്റെ വകയല്ല. നമ്മൾ കൊടുക്കുന്ന സക്കാത്ത്, നമ്മൾ കൊടുക്കുന്ന സദക്ക, അള്ള പറയാം അത് നിങ്ങളെ മറ്റേ ഓസാരൊന്നുമല്ല. മാത്രമല്ല അതിന്റെ പേരിൽ ഒരു കുട്ടിനെ ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല. സക്കാത്ത് കൊടുത്തിട്ട് അത് കൊടുത്തോന്നാരെന്ന് അറിയണ്ട, ആരൊക്കെയാ സക്കാത്ത് കൊടുത്ത് അറിയണ്ട. കിട്ടണ പോലെ കാണുമ്പം തലി കെട്ടി കഴിച്ച് തൊക്കിലെടുക്കണ്ട, മടക്കുത്ത് കഴിച്ചണ്ട. അല്ല പറയാ ഞാൻ തന്നാണ് കൊടുത്തതാ. ഇത് അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കാ പറയാൻ പറ്റില്ല. അല്ലതാണ് ഞാൻ തന്നാണ് കൊടുത്തതാ, എന്റെ വകയല്ലേ, എന്റെ കയ്യിൽ ഞാൻ വേറുള്ളവന്റെ സ്വത്ത് തന്നക്ക, അതാണ് കൊടുത്തതാ. ചിലപ്പോ അള്ള മുഖ്യങ്ങള് പടച്ചോ പരീക്ഷിക്കുകയാണെങ്കിൽ എത്ര ഉണ്ടെങ്കിൽ പോലും ഒന്നരാടം ഡയാലിസിസ് ഈ 3 രോഗികൾ 4 രോഗികൾക്ക് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ 3000 റുപ്യ വാങ്ങിയത് അതിന് മാത്രം. എന്നിട്ട് വലിയ സുഖം കേട്ടോ, വെള്ളം കുടിച്ചാൻ പറ്റുമോ, ചായ കുടിക്കാൻ പറ്റുമോ? ഉദാഹരണന്റെ സഹോദരൻ ചോദിച്ച് ഞാൻ ഡയാലിസിസ് കഴിച്ചാൽ വേഗം ഹോട്ടലിക്കണം മണ്ടല്. ഡയാലിസിസ് ചെയ്ത ഉടനെ 1.5 ചോറ് ഞാൻ തിന്നു. പിന്നെ എനിക്ക് പിറ്റേ ദിവസം ഡയാലിസിസ് ഒന്നും വേണ്ട, തിന്നാൻ കഴിയില്ല. ആ പൊങ്ങ തൊള്ള പിന്നെ പൊക്കൂല, മാണ്ട. എന്താ അതിന്റെയൊക്കെ മെഷീനറികൾ? ഞാൻ നോക്കി ഇവിടെ കുടുക്കിയേക്ക, ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് കുടുക്കിയേക്ക. അദ്ദേഹത്തിന് രോഗം അത്ര ശിവയാക്കി കൊടുക്കുമാറാണ്. അങ്ങനെ വീങ്ങി വണ്ണം വെച്ചിട്ട് നിൽക്കുക. കേട് വന്നാൽ അത് മാറ്റണം, അവിടെ കുടിച്ചു വലിച്ച് ഓപ്പറേഷൻ എടുക്കണം, പിന്നെ തിരികണം. അള്ളാഹുടെ കളി. മനുഷ്യൻ പുരോഗമിക്കുന്നതോറും എത്ര വലിയ പുരോഗമന രോഗങ്ങളാണ്, എത്ര പുരോഗമിച്ച് മനുഷ്യന്മാര്. അപ്പൊ അതാ പറഞ്ഞത്, അള്ള പറയാം കിബിർ മാണ്ടട്ടോ. ഇവിടെ എല്ലാവരും കിബിറന്മാരെന്നല്ലേ അർത്ഥം. കിബിർ മാണ്ടട്ടോ. എന്താ കിബിർ? അത് റസൂൽ വിശദീകരിക്കുക. കിബിർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ താത്തിക്കെട്ട. ഓനോ ആരാ ഓന്റെ അമ്മൻ്റാണ് നെല്ലുത്തിയ ആളല്ലേ ആ സമുദായം. ഓനാരാ? ഓന്റെ അമ്മൻ്റെ വയങ്ങഞ്ഞു പിടിച്ച് വന്നാലേ അവൻ ബാധ്യതല്ലോന് ആ വൽപ്പതനം. ഇത് അങ്ങനെ മനുഷ്യനെ ചെറുതായി കാണാൻ പാടില്ല. മാന്യമായി സംസാരിച്ചോ. ബന്ധു ചോദിക്കുമ്പോ ഇല്ലെങ്കിൽ കൊടുക്കണ്ട. അള്ളാഹ് എന്താ കൊടുക്കണ്ട? നല്ല വർത്താനം പറയും. ഈ നല്ല വർത്താനം എന്തിനാണ്? നാളേക്ക് വന്നിച്ചൊല്ലി എനിക്ക് ആയോ എന്ന് ചിന്തിക്കാനാണ്. കൊടുക്കണ്ട ചെയ്യും. നല്ല പറയും, ചീത്ത പറയല്ലേ, ആട്ടിവിടല്ലേ, ഓനെ വെറുക്കല്ലേ, ഗേറ്റ് അടക്കല്ലേ. ഞാൻ തന്നതാ, ജയ കൂട്ടേണ്ടതല്ല. ഈ 3000 എവിടുന്നുണ്ടാക്കും സാധാരണക്കാരൻ? ഡയാലിസിസ് പിരിച്ചണ്ടേ? ആൾക്കാർ ചോദിക്കണ്ടേ? കൊടുക്കുമ്പോ വെറുത്ത് കൊടുക്കണ്ട. എന്തേ? എനിക്കും അങ്ങനെ വരാം. അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അറിയാള് അതിനാണ്
അള്ളാഹ് പറയാണ് ഫഅഖദഹുമുല്ലാഹു ബഗ്തതൻ, അല്ലാഹു തആല പെട്ടെന്ന് പിടിക്കും. ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി പറയാം. ഞാൻ നിങ്ങൾ ചെയ്യേണ്ട പണി എന്ത് നേടി എന്ന് ചിന്തിക്കുമ്പോ, നാളെ ഖബറിലേക്ക് എന്തുണ്ടായി എന്ന് ചിന്തിക്കുമ്പോ, ഖബറിൽ വെളിച്ചുണ്ടാവുമല്ലേ ചിന്തിക്കാൻ അല്ലാഹ് പറയുന്നു വദുഉ ഖൗഫൻ വതമഅ. വദുഉ, എടാ ചങ്ങായി ഇതൊന്ന് പറയ്, അല്ലാഹ്ക്ക് എന്താ പറ്റാന? നാട് വല്ല കോച്ചാക്കന്മാര് പോയില് കൊടുത്തു, നാട് വർപ്പിച്ച്, രാജ്യം വർപ്പിച്ച്, ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞ് പിന്നെ നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യ്, അള്ളാഹ് പറയാം വദുഉഹു, ജിന്നോടൊന്ന് പറയ്. അതിനാണ് പ്രാർത്ഥന അറിയുന്നത്. നിർത്തരുത്, പറഞ്ഞീമേ പറയണം. അള്ളാഹ് പറയാ യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലുള്ള ഫക്കീറന്മാരാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? അള്ളാഹിനെ കൊണ്ട് ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെ, നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചോളി. അള്ളാഹ് വലിയാണ്, ഹമീദാണ്, അള്ളാഹ് പരിശുദ്ധനാണ്, അള്ളാഹ് ഐശ്വര്യവനാണ്. എത്രയുണ്ട് അവിടെ? ചോദിച്ചോളി. നിങ്ങൾ ആവശ്യങ്ങൾ അവിടെ എത്തിയാൽ മതി, അള്ളാഹ് തരും. എങ്ങനെ ചോദിക്കണം? ചോദിക്കണം പേടിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും. നമ്മൾ പ്രാർത്ഥിക്കണ്ടല്ലോ, ആർക്കവിടെ പേടിയില്ല? ആർക്കാ കണ്ണൊന്ന് നനഞ്ഞത്? പ്രാർത്ഥിപ്പോ കണ്ണ് തന്നെയെന്നല്ല, കൽപ്പിച്ചുകൊണ്ട് വേണ്ട. അള്ളാഹാനാണ് ആലോചിച്ചിട്ട്. ആരോടെ ചോദിക്കണം? അള്ളാഹിനോട്. ആരാ അള്ളാഹ്? റഹ്മാൻ, റഹീം. എനിക്ക് എന്തും ചെയ്തു തരാൻ പറ്റുമോ? ആ റബ്ബിനോട് ചോദിക്കുക. ഖൗഫൻ, പേടിച്ചിട്ട്. തമഅൻ, കിട്ടുന്നുള്ള ഉറപ്പില്. എന്നാ അള്ളാഹ് പറയാം ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. എന്താ ചോദിക്കാൻ പറഞ്ഞത്? നിങ്ങൾ അടുത്ത് അള്ളാഹുടെ റഹ്മത്തുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന കാര്യം അള്ളാഹ് തരും. ആർക്കേ തരുള്ളൂ? മിനൽ മുഹ്സിനീൻ, നല്ലവർക്ക്. ആരാ നല്ലോല്? ആരാ നല്ലോല്? മടങ്ങിയോല്, മുസ്ലിമായോല്, ഖുർആൻ വായിച്ചോല്, പഠിച്ചോല്, പഠിപ്പിച്ചോല്, ജീവിതത്തിൽ വാക്കിയോല്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അവന്റെ മഹമായ മുതൽ കൊണ്ടും അനുഗ്രഹം കൊണ്ടും കൃപ കൊണ്ടും ഔദാര്യം കൊണ്ടും നമുക്ക് എല്ലാവർക്കും അള്ളാഹു മാപ്പാക്കി തരുമാറാവട്ടെ.